ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മഴക്കാല കൃഷിയുടെ വീഡിയോ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഉണ്ടല്ലോ, ഇതെല്ലാം കാറ്റത്ത്, ഇന്നലത്തെ കാറ്റത്ത് മറിഞ്ഞു കിടക്കുവാണേ. അപ്പോൾ നമുക്കിവരെ ഒന്ന് പൊക്കി ഇവിടെ നേരെ വെച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കയറാം. അപ്പോൾ കുറച്ച് പേരെയൊക്കെ ഒത്തിരി എല്ലാം മറിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ വലിയ പൊക്കമുള്ള ചെടികളെയൊക്കെ മറിച്ച് കളഞ്ഞാണ്ടല്ലോ വലിയ പാടാണ് നമുക്ക്. ഈ ബക്കറ്റിനകത്തൊക്കെ ആകുമ്പോഴുണ്ടല്ലോ, അവർ ബക്കറ്റ് കണ്ടോ പൊട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പം നമ്മളത് ബക്കറ്റിനെ മാറ്റേണ്ടി വരും. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അതുകൊണ്ട് സാരമില്ല, നമുക്കിവനെ നേരെ പിടിക്കാം. പക്ഷേ ഈ പൂക്കളും കായ്കളും ഒക്കെ ആയിരിക്കുമ്പോൾ കൊഴിഞ്ഞു പോയാലേ അതൊക്കെ പിന്നെ നഷ്ടമാണ്. പിന്നെ അവർ കയറി വരണം. ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ കാ പറിച്ച് നിങ്ങളെ കാണിച്ചതാണ്, ഇസ്രയേലി ഓറഞ്ച്. ഇതിപ്പം പിടിച്ചിങ്ങനെ പൊക്കിയാലുണ്ടല്ലോ എൻ്റെ നടുവെല്ലാം പോകുന്നു. ഇതുങ്ങൾ കിടക്കുന്ന കാണുമ്പം നമ്മൾ പിടിച്ച് പൊക്കുകയും ചെയ്യും, നടു പോവുകയും ചെയ്യും. അയ്യോ, എൻ്റെ മരമുന്തിരിയുടെ പൂവൊക്കെ പൊഴിഞ്ഞു പോവുക. അതിൻ്റെ കൂടെ പനിയും പിടിച്ചിരിക്കുക. അതെ അതെ, അതിപ്പോൾ എൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. കണ്ടോ, ചെടിയെല്ലാം മറിഞ്ഞു കിടന്ന് ചട്ടിയും പൊട്ടി, ബക്കറ്റൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി മാറ്റണം. കണ്ടമാനം പൊട്ടിയിട്ടുണ്ട്. മരമുന്തിരി കണ്ടോ നിറച്ച് പൂട്ട് നിൽക്കുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ കായെല്ലാം തന്നതിന് ശേഷം ഇതിന് കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ. കെട്ടിവെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ആ കെട്ടും പൊട്ടിച്ചുകൊണ്ട് ഇവർ മറിഞ്ഞു പോകും. കാറ്റ് അത്രയ്ക്ക് ഭയങ്കര കൂടുതലാണ്. അതാ വീണ്ടും പൂത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ, നിറയെ പൂവിട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങേ സൈഡിലോട്ട് പോയി നിവർത്തി വെച്ചിട്ട് ഇതേ ഓറഞ്ച് എല്ലാം പൊഴിഞ്ഞ് താഴെ കിടക്കുക കണ്ടോ. സീതപ്പഴവും എന്ന് വേണ്ടത് ഇവിടെ കിടക്കുന്നുണ്ടോ. ഇതാ ഫാൾസാമരമാണെങ്കിൽ അതെല്ലാം പോയി. ഇനി ഇതിൻ്റെ ഏതേ പിടിച്ച് ആദ്യം പൊക്കിയെടുക്കണം എന്നുള്ള. അയ്യോ, തെന്നുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കെട്ടി വെച്ചിരുന്നാണേ. കെട്ടും കൊണ്ടാവും മറിഞ്ഞത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കാറ്റിൻ്റെ ശക്തി അത്ര കൂടുതലതാ. ഇത് വെട്ടിക്കളണം ശരിക്കും പറഞ്ഞു. ഇതേ ഇത്രയും പൊങ്ങി നിൽക്കുന്നത് കാരണം പെട്ടെന്ന് കാറ്റ് പിടിക്കും. അത് നല്ല കിലോപ്പേര വൈറ്റ്, കിലോപ്പേര റെഡ്. സാധാരണ കിലോപ്പേര എന്ന് പറഞ്ഞാൽ വെള്ളയായിരിക്കുവേ. ഇത് കിലോപ്പേരയുമാണ്. റെഡാണെന്നും പറഞ്ഞാൽ നമ്മൾ മേടിച്ചിരിക്കുന്ന, കായ്ച്ചിട്ടില്ല. ഇതേലെ പൂവൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ ഞാൻ പൊക്കം കുറച്ചിട്ട് വെട്ടിക്കളയും. ഇവിടെ എവിടെയോ പൂത്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒരു 3 പൂവുണ്ടായിരുന്നത്. ഇപ്പോൾ 1 കാണുന്നുള്ളൂ, ബാക്കിയൊക്കെ പോയി. അതിപ്പം സാരമില്ല, അതങ്ങോട്ട് വെട്ടിക്കളയണം. അന്നേരം കുറച്ചും കൂടെ അത് മറിഞ്ഞു പോകാതെ നിൽക്കും. ഇത് എവിടുത്തതാണോ കൊണ്ട് മാറ്റിയാണ്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, മീൻ വളർത്താൻ കുളം ഉണ്ടാക്കിയിരിക്കുവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിനകത്ത് നമ്മളിങ്ങനെ മണ്ണ് നിറച്ച് വെക്കുമ്പോണ്ടല്ലോ, കരികില ഇടാതെ മണ്ണ് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോകത്തില്ല. എന്നാൽ ഇപ്പം നമ്മൾ ഓർക്കും ഇതിനടിയിലത്തെ ഹോളിനെ കുത്തിക്കിഴിച്ചിട്ട് വിട്ടാലോ എന്ന്. അപ്പോൾ ഇതിനകത്തെ വളവും മണ്ണിനെയും ഒക്കെ ഒഴുക്കിക്കൊണ്ടായിരിക്കും ആ വെള്ളം പോകുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് 2-3 വെയിൽ തെളിയുമ്പോൾ വെള്ളം പറ്റും. അപ്പോൾ ഈ മണ്ണിനെ കുടഞ്ഞിട്ടിട്ട് പുതിയ ഇലയും മണ്ണും ഒക്കെ കൂടെ ചേർത്തിട്ട് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പുതിയ സാധനങ്ങളൊക്കെ നടാം. ഞാൻ താഴെയാണെങ്കിൽ തായ്ലാൻഡ് ചാമ്പയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചത് തായ്ലാൻഡ് ചാമ്പ ഒരെണ്ണം മുറ്റത്ത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കൊണ്ട പാത്രത്തിനകത്ത് വെച്ചിരിക്കുക. പക്ഷേ ഇവിടേക്ക് ഉദ്ദേശിച്ചാണ് നമ്മളെ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ഇവിടെ വെക്കണം. അങ്ങേ സൈഡിലോട്ടൊന്നും അങ്ങനെ മറിഞ്ഞു പോയിട്ടില്ല. ഇത് നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് ചെറിയ കണ്ടോ, ഒരു കാ ഉണ്ടായിട്ടുണ്ട്. മാന്നാമരം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇവിടുത്തെ ഈ സാധനങ്ങളെയൊക്കെ ഒരുവിധം പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അമ്മേ, ഇപ്പം നമുക്ക് താഴെയാണെങ്കിൽ ഒരു റംബൂട്ടാൻ മരം ഉണ്ടല്ലോ, നമുക്ക് ടെറസയിലുണ്ടോ റംബൂട്ടാൻ? ടെറസേ റംബൂട്ടാൻ വെച്ചാൽ അത്രയ്ക്ക് വളരാൻ കൊടുക്കാനുള്ള, ഇപ്പോൾ ഒരുമാതിരി നല്ല ഒരു ഡ്രമ്മ് മുറിച്ചിട്ട് അതിൻ്റെ പകുതിക്കകത്താണെങ്കിൽ റംബൂട്ടാൻ വളരുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. പക്ഷേ അതിന് കൊടുക്കാനുള്ളൊരു സൗകര്യം എനിക്കിവിടെ എടുക്കുമ്പം ചെറിയ ചില സാധനങ്ങളൊന്നും വെക്കാനുള്ള ഇട കിട്ടാതെ പോകും. പിന്നെ റംബൂട്ടാൻ നമ്മൾ താഴെ ഒരു 2 എണ്ണം ചോട് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. പിന്നെ ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്കിപ്പം മഞ്ഞ റംബൂട്ടാൻ ഇല്ല, ഉണ്ടായിരുന്നത് പോയി. അപ്പോൾ അതൊരെണ്ണം ഇവിടെ കൊണ്ട പാത്രത്തിനകത്ത് വെച്ച് പിടിപ്പിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും കൂടെ ചെയ്യാവേ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തേന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പൊതുവേ വിചാരിക്കും മഴക്കാലത്ത് ഒരു പച്ചക്കറിയും നട്ട് വളർത്താൻ പറ്റത്തില്ലല്ലോ, ഇങ്ങനെ മഴയല്ലേ. പക്ഷേ ഒരു കാര്യമാണേ, ഒരു കാലത്തും കിട്ടാത്തത്ര തരത്തിലുള്ള മഴയാണ് ഈ പ്രാവശ്യം. തുടർച്ചയായിട്ടുള്ള മഴ, ഒരാഴ്ചയും മറ്റുമൊക്കെ ഒരു വെളിച്ചം പോലും കാണാതെ മഴ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ശനിക്ക് തുടങ്ങി അടുത്ത ഞായറാണ് പിന്നെ നമുക്ക് വെയിൽ കിട്ടിയത്.
അപ്പം നമ്മൾ വിചാരിച്ചു അതുകൊണ്ട് ഏകദേശം മഴ മാറിയെന്ന് വിചാരിച്ചു. പിന്നെ ദേ ഇപ്പോൾ അടുത്തത് പിടിച്ചിരിക്കുക. തുടരെ മഴ. ഇത് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നോക്കിയാൽ മഴക്കാറുണ്ടോ വെട്ടാൻ പിടിച്ചിരിക്കുന്നത്, ചുറ്റിനും മഴക്കാർ പിടിച്ചിരിക്കുക. അപ്പം നമുക്ക് മഴ പെയ്യുന്നതിന് മുന്നേ പെട്ടെന്നൊരു വീഡിയോ എടുക്കാവേ. മഴക്കാലത്ത് പച്ചക്കറികൾ വളർത്താൻ നിങ്ങൾക്കും എനിക്കും സഹായം ചെയ്യുന്ന ഉപകരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇപ്പം മഴക്കാലത്ത് വിത്തുകൾ പാമ്പ്, നമ്മൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കടലയുടെ വിത്തുകൾ കൊണ്ടുവന്നത് ഇവിടോട്ട് നേരിട്ട് പാകിയായിരുന്നു. കണ്ടോ, ഒരെണ്ണം പോലും കിളുത്തിട്ടില്ല. അപ്പം ഈ മഴക്കാലത്ത് വിത്തുകൾ പരമാവധി നേരിട്ട് മണ്ണിലേക്ക് പാകാതിരിക്കുക. കാരണം വേണ്ടതിലധികം വെള്ളം അവർക്ക് കിട്ടുമ്പം അവർ ചീഞ്ഞു പോകാനാണ് സാധ്യത. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതേപ്പോൾ ഇതൊക്കെ ഞാൻ ഏകദേശം ഒരു പകൽ വെള്ളത്തിനകത്തിട്ടിട്ട് രാത്രിയിൽ ഇതുപോലെ വാരി കെട്ടി വെക്കുന്നതാണ്. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ അങ്ങനെ കൃഷി സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാലേ നമ്മുടെ തോട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കാണത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് പൊട്ടുവെള്ളരിയുടെ വിത്തുകളാണേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ 2 ദിവസം കഴിഞ്ഞാൽ മുളച്ച് വരും, മുള തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ ഇതുപോലെ ഗ്ലാസ്സിനകത്ത് മണ്ണെടുത്തിട്ട് അതിനകത്ത് പാകി വെക്കാൻ പോവാണേ. അപ്പം നേരിട്ട് ഇതുപോലെ നിങ്ങൾ വെക്കാതെ, വിത്തുകളെ മണ്ണിലേക്ക് പാകാതെ ഇതുപോലെ പാത്രങ്ങൾക്കകത്ത് പാകുകയും അതിലോട്ട് വെള്ളം കുത്തി വീഴാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയും ചെയ്യണം. എന്നിട്ട് മുളച്ച് ഒരിച്ചിരി വളർന്നു കഴിയുമ്പം നമ്മൾ എവിടെയാണോ നട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്ക് മാറ്റി നട്ടാൽ ഒരു കേടും കൂടാതെ നമുക്ക് വളർന്നു കിട്ടും. അപ്പം ഞാൻ ഈ ഗ്ലാസ്സുകളുടെ അടിയിൽ കണ്ടോ ഇതേപോലെ ഹോൾ ഇട്ടിട്ടുണ്ട്, അധികമായിട്ട് വരുന്ന വെള്ളത്തിനെ വാർന്നു പോകാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പോട്ടിംഗ് മിക്സ് ആണ്. കാരണം മഴക്കാലമാണല്ലോ, കണ്ടമാനം വെള്ളം വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് വെറുതെ പോട്ടിംഗ് മിക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പോട്ടിംഗ് മിക്സിനെ ഒന്ന് നനച്ചെടുക്കണം. ചെറുതായിട്ട് അതിന് നനവുണ്ട്, എന്നാലും നന്നായിട്ട് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് നനച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഇത് നമ്മൾ ഇവിടെ നിറയ്ക്കുന്ന മണ്ണ് മിച്ചം വരുമ്പം വാരി വെക്കുന്നതാണ് നമ്മുടെ ആവശ്യത്തിന്. ഇപ്പോൾ ചെടികളുടെ ചോട്ടിലൊക്കെ മണ്ണ് കുറഞ്ഞു പോകും, മഴ പെയ്യുമ്പോൾ കുറേയൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നിറച്ച് വെക്കുന്ന മിച്ചം മണ്ണിനെ ഉപയോഗിക്കും. ഇത് അടച്ചു വെക്കും കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പായസ പരുവായനെ കണ്ടോ. ഇപ്പോൾ പല ആളുകൾക്കും അറിയായിരിക്കും നമ്മുടെ പോട്ടിംഗ് മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ, എന്നാൽ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓടിച്ച് പറഞ്ഞേക്കാവോ? നമ്മളിപ്പോൾ ഈ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത് ഞാൻ മിക്കവാറും വീഡിയോകളിലൊക്കെ പറയാറുണ്ട്. എന്നാലും ആളുകൾ എന്നോട് കമൻ്റ് ഇട്ട് ചോദിക്കും അതെങ്ങനെയാ ഇതെങ്ങനെയാ എന്നൊക്കെ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു ചില്ലി ജാസ്മിൻ്റെ സ്ട്രോബെറി തൈ എവിടുന്ന് കിട്ടി, അതെങ്ങനെയാണ് വളർത്തേണ്ടത്. നമ്മളതിനെക്കുറിച്ചൊരു 2-3 വിശദമായ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഒത്തിരി അധികം ആളുകൾ കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ അത് കാണാത്ത ആളുകളുണ്ട് പുതിയതായിട്ട് കൃഷിയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ പോട്ടിംഗ് മിക്സിനെ കുറിച്ച് പറയുമ്പം നമ്മുടെ ആദ്യത്തെ മുതൽ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന ആളുകളുണ്ട്. അവർ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞില്ലേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും. പക്ഷേ പുതിയതായിട്ട് വരുന്ന ആളുകൾ വീണ്ടും ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെയും പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും കൂടെ കൂട്ടി ഇളക്കിയാണ് നമ്മൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ പോട്ടിംഗ് മിക്സിനെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ഇതൊന്ന് പതുക്കെ നനച്ചു കൊടുക്കുവാണേ. കണ്ടോ, ഇങ്ങനെ നമ്മളിതിനെ നനച്ചു കൊടുക്കും. നനച്ചു കൊടുത്തിട്ട് നമ്മളിപ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന വിത്താണല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിനി ഒന്നും ഇതിനകത്ത് ചെയ്യണ്ട, മുളച്ചതിന് ശേഷം മതി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അതിന് വെള്ളം ഒഴുകി പൊക്കോളും. ഇതിനടി 3 കിഴുത്ത ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം കണ്ടോ. ഇനി ഇതിനകത്തോട്ട് ഇതുപോലൊരു ചെറിയ ഹോൾ ഇടാൻ പോവാണേ. അങ്ങനെ ഹോൾ ഇട്ടിട്ട് നമ്മുടെ വിത്ത് ഏതാണോ അതിനകത്തോട്ട് ഇട്ടിട്ട് വെള്ളം പോകുന്ന സ്ഥലത്തേക്ക് വെച്ച് കൊടുത്താണ്. അപ്പം ഞാൻ ഇതിനകത്ത് വിത്ത് ഇട്ടതിന് ശേഷം കാണിക്കാവേ. എത്ര വിത്ത് വെച്ചാണ് ഇടുന്നത്? ഒരു 3-4 എണ്ണം ഇടണം. കാരണം ചിലത് കിളുക്കാതെ പോകും, ചിലത് കിളുത്ത് വരുന്നതിന് ആരോഗ്യമില്ലാതെ പോകും. അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു 2-3 എണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഇട്ടിട്ട് ഹോളിൻ്റെ കറക്റ്റായിട്ട് ഈ കയ്യിൽ ഈ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും നമ്മുടെ കയ്യുടെ ഗുണം കിട്ടത്തില്ല മറ്റെന്ത് സംവിധാനം നമ്മൾ കയ്യിലോട്ട് വെച്ച് കഴിഞ്ഞാലും. കണ്ടോ, അപ്പം ഞാൻ ഇതേപോലെ ഇട്ടു. ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് പോട്ടിംഗ് മിക്സും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് മൂടിയിട്ട് നമ്മളിവിടെ തന്നെ ഈ ഷെയ്ഡിൻ്റെയൊക്കെ അടിയും കൃത്യമായിട്ട് മഴ പെയ്താൽ നനയാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മണ്ണ് തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ മൂടി കൊടുത്താലും മതി. മൂടിയില്ലെങ്കിൽ പോലും അവരങ്ങ് കിളുത്തോളും. കാരണം നമ്മൾ കുതിർത്തൊക്കെ വെച്ചിരിക്കുന്ന വിത്തുകളല്ലേ. കണ്ടോ, അപ്പോൾ അത് ഇങ്ങനെ വെച്ച്
ഇതിൻ്റെ മേളിലോട്ട് വെക്കാം. വെള്ളം തട്ടി തെറിച്ച് പോകാതിരിക്കാനൊക്കെയാണ് മണ്ണിടുന്നല്ലേ? അതിന് ഇത് നമ്മൾ വെയിലത്ത് അല്ല മഴ പെയ്യുന്നിടത്തോട്ട് വെക്കത്തില്ല. ഇപ്പം ആദ്യം വെച്ചിരിക്കുന്ന ഗ്ലാസ്സിനകത്തൊന്നും നമുക്ക് നോക്കിയറിയാം വെള്ളം പോകുന്നുണ്ട്. കണ്ടോ കണ്ടോ, ഇതുപോലെ പൊക്കോളും. അവിടെ കൊണ്ട വെച്ചാലും ആ വെള്ളം അങ്ങ് ഇറങ്ങി പൊക്കോളും. പിന്നെ ആ ഇതിനകത്തോട്ട് നമുക്ക് ഇതിപ്പം ഞാൻ ഇത് മാത്രമേ നട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കി ഗ്ലാസ്സുകളുണ്ട്. അതിനകത്തേക്ക് എനിക്ക് ഇടാനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് ഞാൻ വിത്ത് കാണിക്കാൻ കുതിർത്ത് വെച്ചിരിക്കുന്നത് എന്നാന്നേ. പെട്ടെന്ന് മഴക്കാറങ്ങ് കയറുന്നല്ലേ? അതെ അതെ അതെ. ഇങ്ങനെ വെച്ചു. അങ്ങോട്ട് ഞാൻ ഇനി കൊണ്ട് മാറ്റി വെക്കാൻ പോവാം കേട്ടോ. ഇപ്പം ഞാൻ ഈ തടിയുടെ അടിയിലോട്ട് വെക്കുവാണേ. അപ്പോൾ അത് അവിടെ ഇരുന്നോളും. എന്നിട്ട് കിളുത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് കാപ്സിക്കം നമ്മളിവിടെ കിടക്കുന്ന മഞ്ഞ നിറത്തിലുള്ള കാപ്സിക്കം കേട്ടോ. ആ കാപ്സിക്കം ഇന്നലെ പകൽ വെള്ളത്തിലിട്ടു, രാത്രി ഞാൻ വാരി കെട്ടിവെച്ചു. പതുക്കെ മുളച്ച് ഇത് മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിവിടെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മുളയ്ക്കുവേല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന മഞ്ഞ കാപ്സിക്കത്തിൻ്റെ വിത്തുകളാണേ. ഇനി ഞാൻ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ കൃഷിയുടെ ഇടയ്ക്ക് കണ്ട ഒരു കാര്യം ഇങ്ങോട്ട് നിൽക്കി. ഇത് കറിവേപ്പിൻ്റെ കമ്പുകൾ ഞാനിവിടെ മുറിച്ചിട്ടതാണേ. അപ്പോൾ കറിവേപ്പിൻ്റെ കമ്പ് കിളുക്കുകയില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഈ കമ്പ് ഇവിടെ കിടന്ന് കിളുത്തിരിക്കുന്നത്. ഞാനിതിൻ്റെ മണ്ണ് മാറ്റുന്നില്ല കേട്ടോ, അത് അവിടെ തന്നെ കിടന്ന് കിളുക്കട്ടെ. നിങ്ങൾക്കിത് നോക്കിയാൽ അറിയാം. ഈ കമ്പ് കണ്ടോ, ഞാൻ വേണേൽ പൊക്കിയെടുക്കാം. ഇത് കണ്ടോ, ഇത് കറിവേപ്പിൻ്റെ കമ്പ് ഇവിടെ തന്നെ കിടന്നിട്ട് കിളുത്തിരിക്കുന്നതാണേ. ഞാൻ അവിടേക്ക് തന്നെ അതിനെ മാറ്റി വെക്കുക. നമുക്കൊരു ചട്ടിക്കകത്തോ വല്ലോ അതിനെ ഒന്ന് പൊക്കിയെടുത്ത് വെക്കാവേ. അവിടെ കിടക്കട്ടെ. മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നല്ല നീർവാർച്ചയുള്ള നല്ല ഇളക്കമുള്ള വെള്ളം കെട്ടി നിൽക്കാത്ത ഗ്രോ ബാഗുകൾ. എപ്പോഴും നമ്മൾ ഇതൊക്കെ കൂടുതലും ശ്രദ്ധിക്കേണ്ടി വരുന്നത് നമ്മളിങ്ങനെ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ഒക്കെ നട്ടുപിടിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ ഇളക്കം കണ്ടോ, ഇതേപോലെ മണ്ണിളക്കമുള്ള ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും വേണം മഴക്കാലത്ത് ചെടികൾ നട്ടുപിടിപ്പിക്കാനും വളർത്താനും. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ടേ ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇപ്പം നമ്മൾ പറമ്പിൽ കൃഷി ചെയ്യുന്നവരാണ് ഇത്ര കണ്ട് ശ്രദ്ധിക്കാനൊന്നുമില്ല. അതുമെല്ലാം പിന്നെ ഇപ്പം വെള്ളം കെട്ടി നിൽക്കുന്ന പോലത്തെ താഴ്ന്ന പ്രദേശങ്ങളോ കുഴിയോ ഒക്കെ ആണെങ്കിലേ ഉള്ളൂ വെള്ളം കെട്ടി നിൽക്കുകയുള്ളൂ. എന്നാൽ തന്നെ കുറച്ചു നേരം കഴിയുമ്പം വെള്ളം പെട്ടെന്ന് താന്നു പോകും. അതേസമയം നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗുകളിലും പാത്രങ്ങൾക്കകത്തും വളർത്തുമ്പം നല്ല നീർവാർച്ചയുള്ള ഇളക്കമുള്ള മണ്ണിൽ വേണം മഴക്കാലത്ത് ചെടികൾ നടാൻ കേട്ടോ. അപ്പം ഇതിനകത്ത് നടാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ മഴക്കാലത്ത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, മഴക്കാലത്തിന് മുന്നേ നട്ടുപിടിപ്പിച്ച ചെടികളുണ്ട്. അവരിങ്ങനെ സ്ഥിരമായിട്ട് പാത്രത്തിലേക്ക് മഴവെള്ളം വീണുകൊണ്ടിരിക്കുമ്പം അവരുടെ വേരൊക്കെ തെളിഞ്ഞു വരാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കി, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ ചെടി കണ്ടോ, ഇതിൻ്റെ വേരൊക്കെ ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇത് നല്ല പോലെ മണ്ണിട്ട് പൊക്കി കൊടുക്കണം. അപ്പം ഞാൻ ഇത് ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തക്കാളിയൊക്കെ ഈ ലെവലിൽ തന്നെ നട്ടിരുന്നതാണ്. മണ്ണിന് ഭയങ്കരമായിട്ട് ഇരുത്തം വന്നിട്ടുണ്ട്, അപ്പോൾ ഒഴുകിപ്പോയതായിരിക്കും. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഇത്രയും മണ്ണിടാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഞാൻ കുറച്ച് ഉണങ്ങിയ ഇല ഇടുവാണേ. അതിപ്പോൾ എനിക്ക് പറ്റിയ ഏറ്റവും എളുപ്പത്തിൽ വെട്ടിക്കൊണ്ടുവരാൻ പറ്റിയ ഉണങ്ങിയ ഇലയെന്ന് പറയുന്നത് വാഴയുടെ ഇലയാണേ. അപ്പം ഞാൻ അത് കുറച്ച് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് കുറച്ചും കൂടി ഇടും. അതിപ്പോൾ മൊത്തത്തിൽ വേണമെങ്കിലും നമുക്കങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ഈ ചെടിയുടെ ചുവട്ടിലാണ് കൂടുതലും മണ്ണാക്കേണ്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ കുറച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സ്, ഇത് ഞാൻ വാരി നിറച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പോട്ടിംഗ് മിക്സാണേ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇതിനകത്തോട്ട് കുടഞ്ഞിടാം. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് ഇട്ടാൽ കണ്ടോ കുറച്ച് വീണിട്ടുണ്ട്, മുഴുവൻ ചാടിക്കുന്നില്ല. കണ്ടോ, ഇതുപോലെ ആ തണ്ടിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കണം. നിങ്ങളുടെ കയ്യിലുള്ള മണ്ണിൻ്റെ ലഭ്യത അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഇപ്പോൾ തോട്ടത്തിൽ നിന്ന് കുറച്ച് മണ്ണിങ്ങനെ ഇപ്പോൾ കരിയിലല്ലേ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ മുകളിലോട്ട് നേരിട്ട് മണ്ണ് തന്നെ കൊടുത്താലും കുഴപ്പമൊന്നും വരത്തില്ല. അങ്ങനെ നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിലോട്ട് മണ്ണ് കയറ്റി കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാവേ. ഇത് നമ്മുടെ കോളിഫ്ലവർ അപ്പം എല്ലാ കാലത്തും ഉണ്ടാകും എന്ന് പറയുന്നതിന് ഞാൻ ഈ കോളിഫ്ലവറിൻ്റെ ഒരു ചോട് ഇവിടെ നിർത്തിയിരുന്നതാണേ. ശരിക്കും പറഞ്ഞാൽ ഇത് പൂത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ, പൂത്തിട്ടുണ്ട്. പക്ഷേ നല്ലവണ്ണം കീടങ്ങളുടെ ശല്യം വന്നിട്ടുണ്ട്. മഴക്കാലത്ത് എല്ലാ ചെടികളിലും
കീടങ്ങളുടെ ശല്യം വളരെ കൂടുതലായിരിക്കും. സാധാരണ നമ്മൾ കീടനാശിനികൾ, നമ്മൾ ജൈവ കീടനാശിനികളാണല്ലോ ഉപയോഗിക്കുന്നത്. എപ്പോഴും കൃഷിയിൽ ഏറ്റവും ദോഷം ചെയ്യുന്നതെന്ന് പറയുന്നത് കീടനാശിനികളുടെ സാന്നിധ്യമാണ്. രാസ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോഴാണ് അവ പൂക്കളിൽ കൂടിയും ഇലകളിൽ കൂടിയും കായ്കളിൽ കൂടിയും നമ്മുടെ ഉള്ളിലെത്തുകയും അത് ലിവറിനെയും കിഡ്നിയെയും കാര്യമായി ബാധിക്കുകയും പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. നമ്മൾ ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നത്, അപ്പം നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ വളരെ കുറവായിരിക്കും. പക്ഷെ നമുക്കത് കിട്ടിയാൽ മതി. അത് കഴിച്ചാൽ നമുക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ എപ്പോഴും ഇവിടെ ഉപയോഗിക്കുന്നതും നിങ്ങളോട് ചെയ്യാൻ പറയുന്നതും ബിവേറിയയാണേ. അപ്പം ആ ബിവേറിയ കലക്കി അല്ലെങ്കിൽ വേപ്പെണ്ണയും സോപ്പും കൂടെ കലക്കിയിട്ടാണെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത് സാധാരണ നമ്മൾ ആഴ്ചയിൽ 1 ദിവസം വെച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ വരുന്ന ഈ മഴക്കാലത്ത് തുടർച്ചയായി മഴ പെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് 3 ദിവസം കൂടുമ്പോഴെങ്കിലും ജൈവ കീടനാശിനികൾ കൊടുക്കാൻ മറന്നു പോകരുത്. അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഒരു ചേച്ചി ഇങ്ങനെ അവരുടെ വീട്ടിൽ നട്ടിരുന്ന പാവലിൻ്റെ ഇലയിൽ മഴക്കാലമായപ്പോഴത്തേക്കിനും മഞ്ഞ കളർ വന്നിട്ട് പോകുവാണെന്ന് പറഞ്ഞു. മഞ്ഞ കളർ ഈ മഴക്കാലത്ത് വന്നാൽ ഏറ്റവും കൂടുതൽ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കേട്ടോ. നമ്മൾ നോക്കുമ്പം ചിലപ്പോൾ കാണത്തില്ല. പക്ഷേ മഴ പെയ്ത ഏറെ സമയം അതിൻ്റെ ചുവട്ടിൽ വെള്ളം തങ്ങി നിന്നിട്ടായിരിക്കും കുറേശ്ശെ തുള്ളിയായി വാർന്നു പോയി തീർന്നിരിക്കുന്നത്. ഏറെ നേരം എയർ സർക്കുലേഷൻ ഇല്ലാതെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസരത്തിലാണ് ചെടി മഞ്ഞ നിറത്തിലായിട്ട് പഴുത്തു പോകുക ചെയ്യുന്നത്. വേരഴുകിപ്പോവും നേരത്തെ തന്നെ. അതാണ് അങ്ങനെ ചെടികൾ വരുന്നത്. ഇവർക്ക് നമുക്ക് ബിവേറിയ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 20 ഗ്രാം ബിവേറിയ 1 ലിറ്റർ വെള്ളത്തിനകത്തെടുത്ത് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു കുഴപ്പവും വരത്തില്ല. ഇത് രക്ഷപ്പെട്ട് കിട്ടിക്കോളും. മഴക്കാലത്തുണ്ടാകുന്ന വേറൊരു കുഴപ്പം എന്നാണെന്നറിയോ? ഈ ഉപരിതലത്തിലെ മണ്ണിലുള്ള വളമെല്ലാം വെള്ളത്തിനകത്ത് ലയിച്ച് ഒത്തിരി ഒഴുകിപ്പോകുവേ. അങ്ങനെ ഫലപുഷ്ടിയില്ലാതെ പോകും മണ്ണ്. അതുമാത്രമല്ല, മണ്ണിൻ്റെ അമ്ലത്വം കൂടാനും സാധ്യതയുണ്ട്. അപ്പം ഈ മഴക്കാലത്തിന് ശേഷം കൃഷി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുമ്മായമോ അല്ലെങ്കിൽ ഡോളമൈറ്റോ അല്ലെങ്കിൽ പച്ചക്കക്കയോ അങ്ങനെ എന്തെങ്കിലും മണ്ണുമായിട്ട് ചേർത്ത് ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ കുമ്മായം ഇട്ടാലും ഡോളമൈറ്റ് ഇട്ടാലും വെള്ളം തളിച്ച് വെക്കാനൊന്നും നോക്കണ്ട. വെള്ളം അങ്ങ് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇത് നമ്മുടെ ഡോളമൈറ്റാണേ. അപ്പോൾ ദേ ഈ മണ്ണിനകത്തോട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഡോളമൈറ്റ് ഇട്ട് വെക്കുക കേട്ടോ. അപ്പം അവർ ഈ മണ്ണിൻ്റെ പുളിപ്പൊക്കെ മാറി നല്ല ഭംഗിയായിട്ടിരുന്നോളും. ഇതിപ്പോൾ ഈ മണ്ണ് ഇങ്ങനെ ഇച്ചിരി കട്ട പിടിച്ചാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ അടിയിൽ നല്ലവണ്ണം ഞാൻ ഇലകൾ ഇട്ടിട്ടുണ്ട്. ഇനി അത് കൂടാതെ നമുക്കിപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇലകളും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലകൾ ചെല്ലുമ്പം മണ്ണിൻ്റെ ഈ കുഴഞ്ഞിട്ടുള്ള രീതി, ഇപ്പം നിങ്ങൾക്ക് ഇതേ മണ്ണ് മാറ്റുമ്പോൾ അറിയാം. ഇതിനകത്ത് കണ്ടോ ഇല ഇരിക്കുന്നുണ്ടോ? അപ്പോൾ അത്രയ്ക്കടുത്ത് നമ്മൾ ഇതിനകത്ത് ഇലകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് ഇലകളെ ഇട്ട് വെക്കാം. അങ്ങനെ ഇലകളെ ഇട്ട് വെക്കുന്നത് മണ്ണൊലിപ്പ് കുറയ്ക്കുകയും ചെയ്യും, മണ്ണിന് നല്ല ഇളക്കം ഉണ്ടാക്കി കിട്ടുകയും ചെയ്യും. അതുപോലെ മണ്ണിൻ്റെ ഉപരിതലത്തിലോട്ട് നേരിട്ട് മഴവെള്ളം പതിച്ച് വള ഒഴുകി പോകുന്നത് കുറഞ്ഞും കിട്ടും. നമ്മളിതുപോലെ മണ്ണിൻ്റെ മുകളിലേക്ക് ഉണങ്ങിയ ഇലകളിട്ട്, ഞാൻ ഇല എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന കുറച്ച് ഇലകൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ചാക്കിനകത്ത് ഇരുന്നിട്ട് തന്നെ കണ്ടോ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അഴുകി മാറും. നനവല്ലേ ഇപ്പം കിട്ടുന്നതേ. ഇത് നമ്മളിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ചുമ്മാ തുറന്ന് വെക്കുമല്ലേ ചെയ്യും. അപ്പം നമുക്കിത് ഈ തൊണ്ടെടുത്ത് അതിനകത്തോട്ട് ഇട്ടേക്കാം. നിങ്ങളോട് ഞാൻ പറയാത്തൊരു കാര്യമുണ്ടേ. ഇത് ഇങ്ങോട്ട് നിൽക്കി, നെല്ല് കായ്ച്ച് നിൽക്കുന്നുണ്ടോ? നമുക്ക് ഓണത്തിന് വിളവെടുക്കാനുള്ള കഞ്ഞി വെക്കാനുള്ള നെല്ലാണ് ഇത് കേട്ടോ. എന്തോരം കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. നെല്ലിനെപ്പോഴും കീടങ്ങളുടെ ശല്യമൊക്കെ വളരെ കൂടുതലാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. നമുക്ക് ഈ ബിവേറിയയുടെ പരിപാടിയല്ലേ ഉള്ളൂ. മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നല്ലതുപോലെ അടിവളം കൊടുത്ത മണ്ണിൽ വേണം തൈകളെ പറിച്ചു നടാനും അതുപോലെ വിത്തുകൾ ഇടുവാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ. ഇപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ നല്ലോണം നമ്മളിപ്പോൾ സാധാരണ ഇവിടെ ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടാണല്ലോ ഇടുന്നത്. ഇത് നമ്മുടെ പീച്ചിൽ, ഇത് പീച്ചിലിൻ്റെ തൈ കിളുത്തതാണേ. അപ്പം അത് നല്ല ആരോഗ്യത്തിലാണ് കിളുത്ത് വന്നിരിക്കുന്നത്. കിളുത്ത് വന്ന ഉടനെ വള്ളി വീശി ഇനി ഇവിടെ നമ്മളൊരു മുകളിലോട്ട് കയറിപ്പോകാനൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ അവർ പെട്ടെന്ന് കയറിപ്പോക്കോളും. അങ്ങനെ കയറിപ്പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സമയത്ത് ഈ മഴക്കാലത്ത് വളം കൊടുക്കുക എന്ന് പറയുന്നതിനേക്കാളും നല്ലവണ്ണം അടിവളമുള്ള മണ്ണിനകത്ത് തൈകൾ കിളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ മഴക്കാലത്ത് ചെയ്യേണ്ടുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അന്ന് നട്ടുപിടിപ്പിച്ച ഇത് കണ്ടോ, പടവലമൊക്കെ പടർന്ന് കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ മഴയായതുകൊണ്ട് ഞാൻ കാര്യമായ വളം ഒന്നും ഇവർക്ക് കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ മേളിൽ വളം ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ നമുക്കൊരു ശകലം വളം അതിന് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇച്ചിരി വളം ഇവിടെ ഇരിപ്പുണ്ടേ. ഇത് സെറാമിയിലാണ് ഉള്ളതങ്ങ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ മണ്ണൊന്ന് പതുക്കെ ഇളക്കിയിട്ട് ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കണ്ട. ഒരു ശകലം വളം ഇട്ടിട്ട് ഞാൻ മണ്ണിട്ട് തന്നെ അങ്ങോട്ട് മൂടുവാണേ.
അപ്പം എന്ത് ചെയ്യും, അതുപോലെ ഇത് കണ്ടോ, കീടം നശിപ്പിച്ചത് അതിൻ്റെ അറ്റത്തെ ഇല മാത്രമേ നിൽക്കുള്ളൂ, ബാക്കി എല്ലാം അവർ തിന്നേച്ച് പോയി. പിന്നെ തിന്നോർ കൊണ്ടുപോട്ടെ, അതിൻ്റെ ബാക്കി മതി. ഇങ്ങനെ വളം ഇട്ട് കൊടുത്താൽ മതി, അവർ പെട്ടെന്നങ്ങ് വളർന്നോളും. ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മഴക്കാലത്തും നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാനും എന്തെങ്കിലുമൊക്കെ വിളവെടുക്കാനും സാധിക്കും. അപ്പം നിങ്ങളും മഴക്കാലമാണെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ, ഒന്നും നടാതെയും ഒന്നും വളർത്താതെയും വളം കൊടുക്കാതെയും ഒന്നും ഇരിക്കണ്ട. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ മഴക്കാലം കഴിയുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ വിളവ് നമ്മുടെ തോട്ടത്തിൽ നിന്നും കിട്ടത്തുള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അതേപോലെ നമ്മുടെ കൃഷി കൂട്ടുകാർക്കും മടി പിടിച്ചിരിക്കുക, മഴയാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാതെയൊക്കെ മടി പിടിച്ചിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറന്നു പോകരുതേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.